കേരളം ഇടതുപക്ഷം ഭരിക്കുമ്പോൾ അതിദാരിദ്ര്യം ഇല്ലാതാക്കിയ സർക്കാർ നടപടിക്ക് പിന്നാലെ കേരളത്തിൽ നിന്നുള്ള ഒരു UDFന്റെ MP പാർലമെന്റിൽ ചോദിച്ചത് ഇനി ദരിദ്രർക്ക് നൽകുന്ന റേഷൻ കേരളത്തിന് നൽകേണ്ടതുണ്ടോ എന്നാണ്. എങ്ങനെയുണ്ട്? കേരളത്തിന് ന്യായമായി ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ വരെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് UDF MPമാർ കഴിഞ്ഞ 10 വർഷവും പാർലമെന്റിൽ ചെയ്തത്. ഇപ്പോൾ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം തുടങ്ങാനിരിക്കുകയാണല്ലോ. അതിന്റെ മുന്നോടിയായി കേരളത്തിലെ MPമാരുടെ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്ത് സതീശൻ പറഞ്ഞത് എല്ലാ MPമാരും കേരളത്തിന്റെ അംബാസഡർമാരായി കേന്ദ്രത്തിൽ പ്രവർത്തിക്കണമെന്നാണ്. എന്ന് വെച്ചാൽ കഴിഞ്ഞ 10 വർഷം ചെയ്ത മുടക്കൽ പരിപാടികളെല്ലാം അവസാനിപ്പിച്ച് ഇനി എല്ലാവരും കേരളത്തിന്റെ അംബാസഡർമാരാകണമെന്നാണ് സതീശൻ പറഞ്ഞത്. കാരണം ഇപ്പോൾ മൂപ്പരാണല്ലോ മുഖ്യമന്ത്രി. സാധാരണ ഇടതുപക്ഷം ഭരിച്ചിരുന്ന സമയങ്ങളിൽ ഇത്തരം മീറ്റിങ്ങുകൾ സംസാരിക്കേണ്ട വിഷയങ്ങളെക്കുറിച്ച് MPമാർക്ക് നേരത്തെ തന്നെ അജണ്ട നിശ്ചയിച്ച് അറിയിച്ചു കൊടുക്കും. എന്നാൽ മുൻകൂട്ടി അജണ്ട നിശ്ചയിക്കാതെ വിളിച്ചു ചേർത്ത മീറ്റിംഗിൽ വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന രീതിയിലായപ്പോൾ മുസ്ലിം ലീഗിന്റെ MP അബ്ദുൾ വഹാബിന് വരെ സംസാരിക്കാൻ അവസരം ലഭിക്കാത്തതിന്റെ പേരിൽ മൂപ്പർ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട സാഹചര്യം വരെ ഉണ്ടായി. കേരളത്തിൽ ഇപ്പോൾ UDFൽ നിർണായക ശക്തി അല്ലാത്തതിന്റെ പേരിൽ തന്നെ സതീശൻ പറയും ലീഗ് അനുസരിക്കും എന്ന അവസ്ഥയിലാണ്. ലീഗ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളിലെ നിയമനം വരെ സതീശനാണ് തീരുമാനിക്കുന്നത്. ഏതായാലും ഈ യോഗത്തിൽ ഓൺലൈനിലായി പങ്കെടുത്ത രാജ്യസഭാ അംഗം ജോൺ ബ്രിട്ടാസ് ഇതേക്കുറിച്ച് വളരെ പ്രസക്തമായ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. കൂടാതെ പാലക്കാട്ടെ കോച്ച് ഫാക്ടറിയുമായി ബന്ധപ്പെട്ട് പാലക്കാട് MP VK ശ്രീകണ്ഠൻ ഉന്നയിച്ച ആരോപണങ്ങൾക്കും മറുപടി പറയുന്നുണ്ട്. ശരിക്കും ഒരു വടി വെട്ടി ബ്രിട്ടാസിന്റെ കയ്യിൽ കൊടുത്ത് പുറം കാണിച്ചു കൊടുത്ത അവസ്ഥയിലായി ശ്രീകണ്ഠൻ. ഹായ്, നമസ്കാരം. കഴിഞ്ഞ ദിവസം നടന്ന MPs കോൺഫറൻസിലെ ചില കാര്യങ്ങൾ പറയുകയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു പാർലമെന്റ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട യാത്രയിലായതുകൊണ്ട് അല്പനേരം മാത്രമേ ആ MPs കോൺഫറൻസിൽ ഓൺലൈനായിട്ട് പങ്കെടുക്കാൻ കഴിഞ്ഞുള്ളൂ. പക്ഷേ എൻ്റെ സഹപ്രവർത്തകർ മുഴുവൻ സമയം ആ യോഗത്തിൽ പങ്കെടുത്തു. വളരെ സന്തോഷം തോന്നി. മുഖ്യമന്ത്രി VD സതീശൻ MPമാരുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് അടിവരയിട്ട് സംസാരിച്ചു. ഡൽഹിയിൽ കേരളത്തിൻ്റെ അംബാസഡർമാരായിരിക്കണം അവർ. കേരളത്തിൻ്റെ പദ്ധതികൾക്ക് വേണ്ടിയിട്ട് അവർ അക്ഷീണം യത്നിക്കണം. കേന്ദ്ര ഗവൺമെൻറ്റുമായി നിരന്തരം സമ്പർക്കത്തിൽ ഏർപ്പെടണം. കമ്മിറ്റി തിരിച്ച് വേണമെങ്കിൽ ഓരോ മേഖലയെയും സമീപിക്കാവുന്നതാണ്. വളരെ സർഗാത്മകമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അല്ല, ഇടതുപക്ഷം ഭരിച്ചിരുന്ന 10 വർഷക്കാലം എന്താണ് UDFന്റെ MPമാർ ചെയ്തത്? ഏതെങ്കിലും തരത്തിൽ സംസ്ഥാന സർക്കാരുമായിട്ട് സഹകരിച്ചിരുന്നോ? അംബാസഡർമാർ ആകട്ടെ പോട്ടെ, കേരളത്തിന് ദ്രോഹം ചെയ്യാത്ത രൂപത്തിലുള്ളൊരു നിലപാടെടുത്തോ? കേരളത്തിന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടാതിരിക്കാൻ വേണ്ടി പാർലമെന്റിനുള്ളിലും പുറത്തും UDFന്റെ സഹപ്രവർത്തകർ നടത്തിയിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള പ്രകടനങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും. വിട്ടേക്കുക. എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് മാത്രമേ കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയൂ. അതുകൊണ്ട് UDFന്റെ MPമാർ കഴിഞ്ഞ 10 വർഷക്കാലം ഒന്നും ചെയ്തില്ല, നിഷ്ക്രിയരായിരുന്നു, അതല്ലെങ്കിൽ കേരളത്തിൻ്റെ ഭാരമാണതു, അതുകൊണ്ട് ഇനി ഇടതുപക്ഷത്തെ ആൾക്കാർ മാറി നിൽക്കുമെന്നുള്ള ഒരു തെറ്റിദ്ധാരണ വേണ്ട. ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിത് പറഞ്ഞത്. പക്ഷേ UDFലെ തന്നെ MPമാർ പലരും പറഞ്ഞൊരു കാര്യമുണ്ട്. അജണ്ട അനുസരിച്ചല്ല യോഗം മുമ്പോട്ട് പോയത്. അലങ്കോലമായിരുന്നു പൂർണ്ണമായിട്ടും. മുൻകാലങ്ങളിലൊക്കെ അജണ്ട MPമാർക്ക് നൽകും. ഓരോ വിഷയങ്ങളെ മുൻനിർത്തി ഓരോ MPമാർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാം. അതിൻ്റെ ബന്ധപ്പെട്ട വകുപ്പ് പ്രതികരിക്കും. വകുപ്പ് സെക്രട്ടറി യഥാർത്ഥ വസ്തുതകൾ എന്താണെന്നുള്ളത് MPമാർക്ക് പറഞ്ഞു കൊടുക്കും. എന്നാൽ ഇക്കുറി അങ്ങനെ ഒന്നും ഉണ്ടായില്ല. ഓരോരുത്തർ മത്സരിച്ച് സംസാരിച്ചു. ഒരുപക്ഷെ ഈ ഒരു അലങ്കോലാവസ്ഥ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം വളരെ പ്രധാനപ്പെട്ട ഒരു MP AICC ഓർഗനൈസിംഗ് സെക്രട്ടറിയുമായിട്ടുള്ള KC വേണുഗോപാലും ശശി തരൂരൊക്കെ യോഗത്തിൽ പങ്കെടുക്കാതിരുന്നത്. എന്തിനേറെ പോലീസ് മോഡേണൈസേഷനെ കുറിച്ചുള്ള അജണ്ടയ്ക്കാണ് വലിയ ഊന്നൽ യോഗത്തിൽ കിട്ടിയതെങ്കിലും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ആ വഴിക്ക് വന്നേയില്ല. UDFന്റെ ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗിലെ അബ്ദുൾ വഹാബ് തനിക്ക് സംസാരിക്കാൻ സമയം കിട്ടാത്തതുകൊണ്ട് ഇറങ്ങിപ്പോയി. കോൺഗ്രസിൻ്റെ മന്ത്രി മുരളീധരനും ഉണ്ണിത്താനും തമ്മിൽ കൊമ്പ് കോർത്തു. എന്താ കാരണം? കേരളത്തിന് ഒരു ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന് അർഹതയുണ്ട്. എത്ര കാലമായിട്ട്, എത്ര വർഷങ്ങളായിട്ട്, പതിറ്റാണ്ടുകളായിട്ട് നമ്മൾ അതിനുവേണ്ടി യത്നിക്കുന്നു. കേന്ദ്രം പറഞ്ഞതനുസരിച്ച് ഒരു സ്ഥലം നമ്മൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തി കൊടുത്തു. ആദ്യം 4 സ്ഥലമുണ്ടായിരുന്നു, 2 ആക്കി, 1 ആക്കി. കെ മുരളീധരന് പുതിയൊരു ബോധോദയമുണ്ടായി. 10 സ്ഥലം കൊടുത്തേക്കാം. അവിടെയാണ് ഉണ്ണിത്താനും മുരളീധരൻ തമ്മിൽ കൊമ്പ് കോർത്തത്.
ഇനി 10 സ്ഥലം കൊടുത്ത സ്ഥിതിക്ക് ഇനി കേന്ദ്ര സർക്കാരിന് ഇനിയും വേണമെങ്കിൽ ഉരുട്ടാം. എന്താ കാരണം, നിങ്ങൾക്ക് ഈ 10 സ്ഥലം എന്ന് പറ്റില്ല, നിങ്ങൾ വീണ്ടും കുറേയും കൂടി ഇന്ന് ക്രോഡീകരിക്കണമെന്ന് പറയാം. എന്തായാലും അത്തരമൊരു ഏറ്റുമുട്ടൽ കൂടി ഈ MPs കോൺഫറൻസിൽ നടന്നു. പക്ഷേ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഊന്നാൻ പോകുന്നത് അതല്ല. നമ്മുടെ പാലക്കാട് MP ശ്രീകണ്ഠൻ വലിയൊരു ആരോപണം ഉന്നയിച്ചു. പാലക്കാട് കോച്ച് ഫാക്ടറിക്ക് വേണ്ടി കഴിഞ്ഞ 10 വർഷക്കാലം LDF സർക്കാർ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. അല്ല ശ്രീകണ്ഠ, നിങ്ങളായിരുന്നില്ലേ MP, നിങ്ങൾ എന്ത് ചെയ്തു? എന്ത് ചെയ്തിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് മാറ്റമുണ്ടായോ? എനിക്ക് ഈ ശ്രീകണ്ഠൻ്റെ ഈ പ്രതിപാദനം കേട്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത്, ശ്രീകണ്ഠൻ എന്നെക്കാൾ എളുപ്പമാണ്, പ്രായം കുറവാണ്. അപ്പോൾ ശ്രീകണ്ഠന് ഓർമ്മയില്ലാത്തത് കൊണ്ട് ഈ കോച്ച് ഫാക്ടറിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട തീയതികളും വർഷങ്ങളൊന്നും അദ്ദേഹത്തിന് എളുപ്പം അറിവുണ്ടാവില്ല. പക്ഷെ അതേ രാഷ്ട്രീയക്കാരനല്ലേ, പൊതുപ്രവർത്തകനല്ലേ? അദ്ദേഹത്തിന് ഓർമ്മയില്ലാത്ത സമയത്ത് നടന്ന ഒരു കാര്യം കൊണ്ട് അങ്ങനെ ഒരു സംഭവം നടന്നില്ല എന്ന് പറയാൻ പറ്റുമോ? ഇപ്പം മഹാത്മാഗാന്ധി വെടിയേറ്റ് മരിച്ചു, സ്വാതന്ത്ര്യ സമരത്തെ കോൺഗ്രസ് നയിച്ചു, ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ്. ഇതൊന്നും ശ്രീകണ്ഠൻ ജീവിച്ചിരുന്ന സമയത്തല്ല. പക്ഷേ എങ്കിലും ശ്രീകണ്ഠന് എനിക്കത് അറിയില്ല എന്ന് പറഞ്ഞ് കൈ കഴുകാൻ പറ്റുമോ? ശ്രീകണ്ഠ 1982 പാലക്കാട് കോട്ട മൈതാനിയിൽ അന്നത്തെ പ്രധാനമന്ത്രി ശ്രീമതി ഗാന്ധി, ഇന്ദിരാഗാന്ധി, കരുണാകരനെ സാക്ഷി നിർത്തി കേരളത്തിനൊരു വാഗ്ദാനം നൽകി. എന്താണെന്നറിയോ? കേരളത്തിനൊരു കോച്ച് ഫാക്ടറി, റെയിൽവേ കോച്ച് ഫാക്ടറി. പാലക്കാടുള്ള ആൾക്കാരോട് ചോദിച്ചു നോക്ക്. 2.5 പതിറ്റാണ്ട് കാലം, ഈ 82 വാഗ്ദാനത്തിന് ശേഷം 2.5 പതിറ്റാണ്ട് കാലം എന്ന് വെച്ചാൽ 25-26 വർഷം കേരളം കാത്തിരുന്നു. അതിനിടയിൽ കോച്ച് ഫാക്ടറി വന്നു. കേരളത്തിന് വാഗ്ദാനം ചെയ്ത കോച്ച് ഫാക്ടറി പഞ്ചാബിൽ കൊണ്ടുപോയി, കപൂർത്തലയിലേക്ക് കൊണ്ടുപോയി. ബാലകൃഷ്ണപിള്ളയുടെ പഞ്ചാബ് മോഡൽ പ്രസംഗമൊക്കെ താങ്കൾക്ക് ഓർമ്മയുണ്ടാ ശ്രീകണ്ഠ? എന്നിട്ട് എന്ത് സംഭവിച്ചു? കോൺഗ്രസ്സുകാർക്ക് അതിനെക്കുറിച്ച് മുണ്ടാട്ടം ഉണ്ടായില്ല. 2008 UPA സർക്കാരിനെ, അന്ന് ഇടതുപക്ഷം പിന്തുണയ്ക്കുന്ന സമയമാണ്, ആ UPA സർക്കാരിൽ ലാലു പ്രസാദ് യാദവാണ് റെയിൽവേ മന്ത്രി. ഇടതുപക്ഷത്തിൻ്റെ നിർബന്ധം മൂലം അന്ന് VS അച്യുതാനന്ദ സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. അങ്ങനെയാണ് ഇന്ദിരാഗാന്ധിയുടെ വാഗ്ദാനത്തിന് ശേഷം ആദ്യമായി കോച്ച് ഫാക്ടറി പരാമർശിക്കപ്പെടുന്നത്. 2008 ബജറ്റിൽ കോച്ച് ഫാക്ടറി പ്രഖ്യാപിക്കപ്പെട്ടു. ഇടതുപക്ഷം പിന്നീട് ആ UPAക്കുള്ള പിന്തുണ പിൻവലിച്ചു. അല്ല ശ്രീകണ്ഠ, എന്താ നിങ്ങളൊന്നും ചെയ്യാതിരുന്നു? പിന്നീട് നിങ്ങളുടെ UPAയുടെ ഭരണം പിന്നെയും മുമ്പോട്ട് പോയല്ലോ. 460 ഏക്കർ സ്ഥലം നമ്മൾ അക്വയർ ചെയ്തു. അതിനുശേഷം താങ്കൾ MP ആയി. മുമ്പ് പാലക്കാട് MP ആയിരുന്ന NN കൃഷ്ണദാസ്, MP രാജേഷൊക്കെ ഈ കോച്ച് ഫാക്ടറിക്ക് വേണ്ടിയിട്ട് വീറോടെ ബാധിച്ചു പാർലമെന്റിനുള്ളിലും പുറത്തും. 460 ഏക്കർ സ്ഥലം നമ്മൾ അക്വയർ ചെയ്ത് കാത്തിരുന്നു. ഒരു പ്രത്യേക ഘട്ടമെത്തിയപ്പോൾ പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ PPPA എന്ന് പറഞ്ഞു വന്നു. അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് നമുക്ക് മനസ്സിലായി. ഇതാണ് പാലക്കാട് കോച്ച് ഫാക്ടറിയുടെ വഴിത്താര. അപ്പോൾ കോൺഗ്രസ് കേരളത്തെ കബളിപ്പിച്ച ഒരു വിഷയം നിങ്ങൾ MPs കോൺഫറൻസിൽ എടുത്തിട്ടിട്ട് ആരെ പഴി പറയാനാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? നിങ്ങൾ യഥാർത്ഥത്തിൽ അപഹാസ്യനാകുകയല്ലേ? എനിക്ക് ശ്രീകണ്ഠനോട് ഇത്രയും കർക്കശമായി പറയണമെന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷേ എൻ്റെ സഹപ്രവർത്തകൻ ഡോക്ടർ V ശിവദാസൻ ശ്രീകണ്ഠൻ പറയുന്നത് വസ്തുതാപരമായ കാര്യമല്ല എന്ന് അവിടെ ഓർമ്മിപ്പിച്ച് അവർക്കിടയിലുള്ള ഒരു ചെറിയ വാഗ്വാദം മുഖ്യമന്ത്രി ഇടപെട്ട് ശമിപ്പിച്ചു. പക്ഷേങ്കിൽ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളൊന്നും MPs കോൺഫറൻസിൽ നടന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെ മുൻനിർത്തി അതിൻ്റെ വസ്തുതകൾ കൃത്യമായി പ്രേക്ഷകർക്കും വായനക്കാർക്കും പറഞ്ഞു കൊടുത്തില്ല എന്നതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കാൻ ഞാൻ നിർബന്ധിതരാകുന്നു. ഇനിയും ഇതുപോലുള്ള MPs കോൺഫറൻസ് നടക്കും. എനിക്കൊരൊറ്റ അപേക്ഷയെ സർക്കാരിനോടുള്ളൂ, മുഖ്യമന്ത്രിയോടുള്ളൂ. താങ്കൾ ആഗ്രഹിക്കുന്ന അജണ്ട MPമാർക്ക് നൽകും. ഓരോ അജണ്ടയിലെ ഓരോ കാര്യവും എടുത്തു വെച്ച് സർഗാത്മകമായി ചർച്ച ചെയ്ത് എല്ലാവരുടെയും അഭിപ്രായം കൂടി കേട്ട് ക്രോഡീകരിച്ച് നല്ല ഭംഗിയായിട്ട് ആ മീറ്റിംഗ് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം. അതല്ലാതെ അബ്ദുൽ വഹാബിനെ പോലുള്ള MPമാർക്ക് വാക്കൗട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കരുതേ എന്നുള്ള ഒരു അപേക്ഷ കൂടി താങ്കളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.